സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ റജി ആർ ചെമ്പൂർ. നമ്മുടെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഈ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ബൈബിളിൽ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം. ഈ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന വിടുതലാണ്. ദൈവം തന്റെ ജനത്തെ ഏതു നിലയിൽ വിടുവിക്കുന്നു എന്നുള്ള വസ്തുത ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വന്തമല്ലാത്ത ദേശത്ത് ദൈവത്തിനു വേണ്ടി സാക്ഷ്യത്തോടെ ജീവിക്കുകയും അവരിലുണ്ടായിരുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്തപ്പോൾ ആ വിശ്വാസത്തിനു വേണ്ടി അവരുടെ ജീവനെ വരെ ത്യജിക്കുവാൻ യാതൊരുവിധ മടിയും കാണിക്കാതെ ധീരരായി നിന്ന 3 യുവാക്കളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അധ്യായത്തിന് ഇങ്ങനെ ഒരു തലക്കെട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും: ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന 3 വ്യക്തികൾ. ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാനായ നെബൂഖദ്നേസർ താൻ ഒരു വലിയ വിഗ്രഹമുണ്ടാക്കുകയും അതിനെ നമസ്കരിക്കുവാനായിട്ട് തന്റെ പ്രജകളെയൊക്കെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ ദൈവത്തിനു വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന 3 യഹൂദ ബാലന്മാരെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവർ ചെറുപ്പത്തിലെ ദൈവവചനം കേട്ടിട്ടുള്ളവരും ന്യായപ്രമാണം പഠിച്ചിട്ടുള്ളവരുമാകയാൽ അവർക്ക് ദൈവകൽപ്പന അനുസരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അവരുടെ ജീവനെ പണയം വെച്ചുകൊണ്ട് അവർ ആ ദൈവകൽപ്പനയെ അനുസരിക്കുവാൻ അവർ ബാധ്യസ്ഥരായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പരീക്ഷകളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ വിശ്വാസികളുടെ മനോഭാവം എന്തായിരിക്കണമെന്നും വിശ്വാസികളെ വിളിച്ച ദൈവം ആ പരീക്ഷകളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ശക്തനാണെന്നുള്ള പാഠം ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന്റെ 21-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ തീയിൽ നിന്ന് തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി തീയിലൂടെ ദൈവം തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ തീയിലൂടെ ദൈവം കടത്തിവിട്ടു, എന്നാൽ തീയുടെ മണം പോലും ഏൽക്കാതെ ദൈവം അവരെ വിടുവിച്ചു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 22-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ദൈവമക്കളും ലോകമനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 22-ാമത്തെ വാക്യത്തിൽ ദൈവത്തിനു വേണ്ടി ഉറച്ചു നിന്ന ഈ 3 യുവാക്കളെ ചുമന്നുകൊണ്ട് തീയിലേക്ക് കൊണ്ടിട്ടവരെ, ആ കരുത്തുറ്റ പടയാളികളെ അഗ്നി വിഴുങ്ങിയപ്പോൾ ദൈവത്തിനു വേണ്ടി ഉറച്ചു നിന്ന ഈ 3 യുവാക്കളെ അഗ്നി ഒന്നും ചെയ്തില്ല എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവമക്കളും ദൈവമക്കളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ബുദ്ധിമുട്ടുകൾ അവരെ ഒന്നും ചെയ്യുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവകൃപയിലേക്ക് വരാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങൾ അവരെ തകർത്തുകളയും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 25-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ പരീക്ഷകളിൽ, ദൈവം അനുവദിക്കുന്ന പരീക്ഷകളിൽ അനുഗ്രഹം മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ ആ തീയുടെ നടുവിൽ വീണപ്പോഴാണ് 4ാമതായിട്ട് മറ്റൊരുവൻ അവരോടുകൂടെ ഉള്ളത് നെബൂഖദ്നേസറിന് കാണുവാനായിട്ട് കഴിഞ്ഞത്. അതിന് തൊട്ടു മുൻപ് വരെയും 4ാമതൊരു വ്യക്തിത്വം അവരോടുകൂടെ ഉള്ളതായിട്ട് നെബൂഖദ്നേസറിന് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ എപ്പോഴാണോ തീയിൽ വീണത് ആ സമയത്ത് നെബൂഖദ്നേസറിന് അവരോടൊപ്പം നിൽക്കുന്ന ദൈവപുത്രനെ കാണുവാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം പലപ്പോഴും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതും നാം കഷ്ടതയുടെ ഏറ്റവും പരമകാഷ്ഠയിലായി തീരുമ്പോഴാണ് എന്നുള്ള സത്യം ഇവിടെ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, 25-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ
നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഈ 3 യുവാക്കളും തീയിൽ അകപ്പെട്ടപ്പോഴാണ് അവർ വിശ്വസിക്കുന്ന ദൈവത്തെ നെബൂഖദ്നേസറിന് കാണുവാനായിട്ട് കഴിഞ്ഞു. കഷ്ടതയിലും പ്രയാസത്തിലും ഇരിക്കുന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ആ കഷ്ടതയിലൂടെ നമ്മുടെ ദൈവത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഉള്ള വേദിയായി അത് തീരും എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. 26-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, നാം അകപ്പെടുന്ന പരീക്ഷകളിൽ നാം ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുകയാണ്. 26-ാമത്തെ വാക്യത്തിൽ നെബൂഖദ്നേസർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ എന്നാണ് ഈ 3 യുവാക്കളെ വിളിക്കുന്നത്. തൊട്ടുമുൻപേ അദ്ദേഹം അങ്ങനെയല്ല വിളിച്ചത്. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നേരിട്ട പ്രയാസം, അവരുടെ ജീവിതത്തിൽ ആ കഷ്ടതയിലായപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നെബൂഖദ്നേസർ മനസ്സിലാക്കിയപ്പോൾ അവർ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോൾ ലോകത്തിന് മനസ്സിലാകും നാം ആരാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആകയാൽ ഈ അനുഗ്രഹീതമായ വസ്തുതകളെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അതിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്, വിശ്വസ്തനാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിൽ മുന്നേറുവാൻ വലിയവനായ ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. ഈ നിലയിൽ ദൈവിക വിശ്വാസമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഈ സന്ദേശം ശ്രവിക്കുന്നുവെങ്കിൽ, ഈ കർത്താവിൽ വിശ്വസിച്ച് കഷ്ടതയുടെ നടുവിൽ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിവുള്ള ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രഭാത സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.